തേജസ്സും ബഹുമാനവും ദൈവം ദാവീദിനെ അണിയിച്ചു എങ്കിൽ, മനുഷ്യനെ അണിയിച്ചു എങ്കിൽ, ഈ തേജസ്സും ബഹുമാനവും ഇന്ന് നമുക്കുണ്ടോ? എന്താ തേജസ് എന്ന് പറഞ്ഞാൽ? എന്താ തേജസ്? അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ, ആ വാക്യം, 5-ാം വാക്യം. You made him a little lower than the heavenly beings and crowned him with glory and honor. ഹല്ലേലൂയ. ഗ്ലോറി ആൻഡ് ഹോണർ കൊണ്ട് ദൈവം നമ്മളെ ക്രൗൺ ചെയ്തിട്ടുണ്ടോ? അതോ നമ്മളൊക്കെ വളരെ മോശമായ അവസ്ഥയിലാണോ? ദാവീദിനെ ദൈവം ബഹുമാനവും തേജസ്സും അണിയിച്ചിരിക്കുന്നു. ദാവീദ് ദൈവത്തിന്റെ അടുത്തോട്ട് കടന്നു വരുമ്പോഴേ, ഹല്ലേലൂയ, ദൈവത്തിനൊരു ബഹുമാനമാണ്. ഹല്ലേലൂയ. കാരണം അവനെ ദൈവം ബഹുമാനവും തേജസ്സും അണിയിച്ചിരിക്കുക. ദാവീദാണ് കടന്നു വരുന്നതെന്ന് പറയുമ്പോഴേ ദൂതന്മാർക്കൊക്കെ ഒരു ബഹുമാനമാണ്. അയ്യോ, ദാവീദ് വന്നിരിക്കുന്നു. ഒരു പ്രാർത്ഥനാ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉടനെ ദൂതന്മാർക്കറിയാം, കാരണം ദൈവത്തിന് യവൻ പ്രിയപ്പെട്ടവനാ. ദാവീദിനെ കാണുമ്പോൾ തന്നെ ഇറങ്ങി വന്ന് അവനെ കൊണ്ടുപോകും. കാരണം അവന്റെ തലയിൽ എന്തുണ്ട്? ബഹുമാനവും തേജസ്സും. നമ്മളൊക്കെ ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കിയേ. ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മളൊക്കെ പോകുന്നവരാ. ചെല്ലുമ്പോഴത്തെ സ്ഥിതി എങ്ങനാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ദൈവത്തിന്റെ അടുത്തോട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ നമുക്ക് ശ്രേഷ്ഠതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് എന്ത് പറ്റും? ഈ ദൈവത്തിന്റെ അടുത്തോട്ട് വരുമ്പോൾ നിന്റെ തലയിൽ ഈ ബഹുമാനവും തേജസ്സും ഒന്നും കാണത്തില്ല. നീ ഒരു വിഷയം ചെന്ന് പറഞ്ഞാലും നടക്കാത്തതിന് കാരണം നിന്നെ ബഹുമാനവും തേജസ്സും കൊണ്ട് ദൈവം നിന്റെ തലയിൽ അണിയിക്കാത്തതാണ്. നമ്മൾ ചിന്തിക്കണം. ചിലരൊക്കെ ചെന്ന് പ്രാർത്ഥിച്ചാല് ഹല്ലേലൂയ അതങ്ങ് നടക്കും. ചിലര് നാളുകളായിട്ട് പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കത്തില്ല. കാരണം നിന്നെ ദൈവം ബഹുമാനവും തേജസ്സും ഒന്ന് അണിയിക്കണം നിന്റെ തലയിൽ. അത് ചുമ്മാ അണിയിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് തോന്നണം യവന്റെ വായിൽ നിന്ന് വരുന്ന സ്തുതി നിഷ്കളങ്കതയുള്ളതാണെന്ന്. അതുകൊണ്ട് ആ കർത്താവ് ഇവിടെ വന്നപ്പോ പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയില്ല എങ്കിൽ സ്വർഗരാജ്യത്ത് കയറാൻ കഴിയത്തില്ല. ശിശുവിന്റെ വായിൽ നിന്ന് വരുന്ന സ്തുതി നിഷ്കളങ്കതയുള്ളതാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ വായിൽ നിന്ന് വരുന്ന സ്തുതി നിഷ്കളങ്കതയുള്ളതായിരുന്നു. അതുകൊണ്ട് ദാവീദിനെ ദൈവം ബഹുമാനവും തേജസ്സും അണിയിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല സൃഷ്ടിയെയും ദൈവം മനുഷ്യന്റെ കാൽക്കീഴിൽ കൊടുത്തിരിക്കുക. ചന്ദ്രനെ പാൻ ആർക്കെങ്കിലും പറ്റുമോ? മനുഷ്യന് പോകാൻ പറ്റും. ഹല്ലേലൂയ. ഇനി ദൈവം അനുവദിച്ചാൽ അവൻ സൂര്യനിലും പോയെന്നിരിക്കും. ഹല്ലേലൂയ. കാരണം ദൈവം അവന്റെ സകല സൃഷ്ടിയെയും മനുഷ്യന്റെ കാൽക്കീഴിൽ കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. ദാവീദിന് അവനറിയാം ദാവീദിന്റെ സകല വിഷയങ്ങളെയും സകലതും കാൽക്കീഴാക്കിയിരിക്കുന്ന ദൈവം അവന്റെ സകല വിഷയങ്ങളെയും ദാവീദിന്റെ കാൽക്കീഴെ കൊടുത്തിരിക്കുക. ദാവീദിനെ ജയിക്കുവാൻ ദാവീദിന്റെ വിഷയങ്ങൾക്ക് പറ്റത്തില്ല. ദാവീദാ ജയിക്കുന്നേ. ഹല്ലേലൂയ. നിനക്ക് ദാവീദിനെ പോലെ ആത്മാർത്ഥതയോടെ, ഹല്ലേലൂയ, ശിശുക്കളെ പോലെ നിഷ്കളങ്കതയോടെ ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? നിന്നെ ജയിക്കുന്ന ഒരു വിഷയവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. സ്ലിപ്പ് ചെയ്ത് കടന്നു പോകുന്നെങ്കിൽ പ്രശ്നം നിന്റേതാണ്. നിനക്കൊരു ദാവീദിനെ പോലെ ആകുവാൻ കഴിയാത്തതാണ്. ഇന്ന് ദാവീദിന്റെ ഈ സങ്കീർത്തനം നമുക്കൊരു മാർഗദർശനമായിട്ട് മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമുക്ക്
കാൽക്കീഴെ ആക്കാൻ പറ്റാതിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവം അതാക്കുവാൻ തക്കവണ്ണം നമ്മളെ ഒന്ന് ക്രമീകരിക്കട്ടെ. നമ്മളെയൊക്കെ ഓരോ ദാവീദുമാരാക്കി മാറ്റട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. 8-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഇന്ന് നമ്മൾ കേട്ടല്ലോ, ദൈവത്തെക്കാൾ ശ്രേഷ്ഠമായത് ഒന്നും ദാവീദിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ ദൈവത്തെ ഒന്ന് ശ്രേഷ്ഠനായി കരുതാമോ? എങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ദൈവം നമ്മെ വിജയത്തിലേക്ക് നടത്തും. ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും